കേരള രാഷ്ട്രീയത്തിൽ വീണ്ടും ചർച്ചയാകുന്ന പേരാണ് ബിനീഷ് കോടിയേരി. അച്ഛൻ കോടിയേരി ബാലകൃഷ്ണൻ CPM-ലെ ഏറ്റവും കരുത്തനായ നേതാവായിരുന്നു. എന്നാൽ ഇപ്പോൾ ബിനീഷ് കോടിയേരി പാർട്ടിയിൽ നിന്നും അകന്നു പോകുന്നു എന്ന തരത്തിലുള്ള വാർത്തകൾ രാഷ്ട്രീയ ചർച്ചകളും ശക്തമാണ്. പക്ഷേ യഥാർത്ഥത്തിൽ എന്താണ് സംഭവിക്കുന്നത്? ബിനീഷ് കോടിയേരി രാഷ്ട്രീയ നേതാവല്ല, ഒരു പവർ സെന്റർ ആയാണ് പലരും കണ്ടിരുന്നത്. പ്രത്യേകിച്ച് സിനിമാ ബന്ധങ്ങളും ബിസിനസ്, സിനിമ, രാഷ്ട്രീയ സൗഹൃദങ്ങളും അദ്ദേഹത്തെ വാർത്തകളിൽ സ്ഥിരം നിർത്തി. എന്നാൽ എല്ലാം മാറിയത് മയക്കുമരുന്ന് കേസും സാമ്പത്തിക ഇടപാടും അന്വേഷണങ്ങളും വന്ന ശേഷമാണ്. 2020 ബംഗളൂരു മയക്കുമരുന്ന് കേസുമായി ബന്ധപ്പെട്ട് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ബിനീഷിനെ അറസ്റ്റ് ചെയ്തു. പിന്നീട് ജയിൽവാസവും അന്വേഷണങ്ങളും വലിയ രാഷ്ട്രീയ വിവാദമായി. CPM അന്ന് സ്വീകരിച്ച നിലപാട് വളരെ ശ്രദ്ധേയമായിരുന്നു. നിയമം തന്റെ ജോലി ചെയ്യും എന്ന നിലപാട് പാർട്ടി എടുത്തു. അതായത് വ്യക്തിപരമായ കേസിനെ പാർട്ടി രാഷ്ട്രീയവുമായി ഏറ്റെടുത്തില്ല. ഇവിടെയാണ് പലരും ആ കാര്യം ശ്രദ്ധിച്ചത്. CPM എന്ന പാർട്ടി പൊതുവെ വ്യക്തിയേക്കാൾ പാർട്ടിക്കാണ് ഇമേജിന് പ്രാധാന്യം നൽകിയ സംഘടനയായിരുന്നു എന്ന്. ഒരു നേതാവിന് മകനായാലും പാർട്ടി സംരക്ഷണം എപ്പോഴും ലഭിക്കണമെന്നില്ല. അതേസമയം ബിനീഷ് കോടിയേരിക്കെതിരെ വന്ന കേസുകൾ അദ്ദേഹത്തിന്റെ വ്യക്തിപരമായ ഇമേജിന് വലിയ തിരിച്ചടിയായി. ഒരു കാലത്ത് പാർട്ടി ഇടനാഴികളിൽ ശക്തമായ സ്വാധീനമുണ്ടെന്ന് കരുതപ്പെട്ടിരുന്ന വ്യക്തി പിന്നീട് കൂടുതൽ ഒറ്റപ്പെടുന്ന ചിത്രം കണ്ടു. ഇതോടെ മറ്റൊരു ചർച്ചയും തുടങ്ങി. കോടിയേരി ബാലകൃഷ്ണന്റെ കാലത്തുണ്ടായിരുന്ന രാഷ്ട്രീയ സ്വാധീനം ഇപ്പോൾ കുടുംബത്തിന് ഇല്ലയോ എന്ന ചോദ്യമാണ് ഉയർന്നു വന്നത്. കോടിയേരി ബാലകൃഷ്ണൻ ജീവിച്ചിരുന്ന കാലത്ത് അദ്ദേഹം പാർട്ടിയിലെ ശക്തനായ നേതാവും മികച്ച സംഘാടകനുമായിരുന്നു. വിവിധ വിഭാഗങ്ങളെ ഒരുമിച്ച് നിർത്താനുള്ള അദ്ദേഹത്തിന് കഴിവുണ്ടായിരുന്നു. എന്നാൽ അദ്ദേഹത്തിന്റെ മരണത്തിന് ശേഷം കുടുംബത്തിന്റെ രാഷ്ട്രീയ നിലപാടുകൾക്ക് പഴയതുപോലെ പാർട്ടി പിന്തുണ ലഭിക്കുന്നില്ല എന്ന വിലയിരുത്തലുകളും ചിലർ നടത്തിയിരുന്നു. പക്ഷേ മറ്റൊരു വശവുമുണ്ട്. ബിനീഷ് കോടിയേരി തന്നെ ഇപ്പോൾ സജീവ പാർട്ടി രാഷ്ട്രീയത്തിലേക്ക് വരാൻ വലിയ താല്പര്യം കാണിക്കുന്നില്ല എന്ന വിലയിരുത്തലും ഉണ്ടായിരുന്നു. കൂടുതൽ വ്യക്തിപരമായ ജീവിതത്തിലെ ബിസിനസ് മേഖലകളിലും ശ്രദ്ധ കേന്ദ്രീകരിക്കുകയാണെന്ന അഭിപ്രായവും ചില രാഷ്ട്രീയ നിരീക്ഷകർ പങ്കുവയ്ക്കുന്നു. ഇവിടെ ഒരു പ്രധാന കാര്യം കൂടി പറയണം. കേരള രാഷ്ട്രീയത്തിൽ നേതാവിന്റെ മകൻ എന്ന തിരിച്ചറിയൽ എല്ലായ്പ്പോഴും സ്ഥിരമായ രാഷ്ട്രീയ ഭാവി ഉറപ്പാക്കില്ല. പല കുടുംബങ്ങളും അതിന്റെ ഉയർച്ചയും താഴ്ചയും കണ്ടിട്ടുണ്ട്. CPM പോലുള്ള പാർട്ടികളിൽ പ്രത്യേകിച്ച് പാർട്ടി മേൽക്കോയ്മയാണ് നിർണായകം. അതുകൊണ്ട് ബിനീഷ് കോടിയേരി പാർട്ടിയിൽ നിന്ന് പൂർണ്ണമായി പുറത്തു പോകുമോ, അല്ലെങ്കിൽ ഭാവിയിൽ വീണ്ടും സജീവമാകുമോ, ഇത് ഇപ്പോഴും വ്യക്തമായിട്ടില്ല. പക്ഷെ ഒരു കാര്യം ഉറപ്പാണ്, ഇതൊരു വ്യക്തിയുടെ മാത്രം കഥയല്ല. കേരള രാഷ്ട്രീയത്തിൽ കുടുംബ സ്വാധീനവും പാർട്ടി നിയന്ത്രണവും തമ്മിലുള്ള സംഘർഷത്തിന്റെ ഉദാഹരണമായിട്ടാണ് പലരും ഈ വിഷയത്തെ കാണുന്നത്. അച്ഛൻ പാർട്ടിയുടെ കരുത്തൻ നേതാവ്, മകൻ വിവാദങ്ങളുടെ കേന്ദ്രം, പാർട്ടി അകലം പാലിക്കുന്നു എന്ന വിമർശനം, ഇതെല്ലാം ചേർന്നപ്പോൾ ബിനീഷ് കോടിയേരി എന്ന വിഷയം ഇന്നും കേരള രാഷ്ട്രീയത്തിലെ ചർച്ചാ വിഷയമായിട്ട് മാറി. ദീർഘനാൾ പാർട്ടിക്ക് വേണ്ടി പ്രവർത്തിച്ച പാർട്ടിക്കാരുടെ ജീവനായിട്ട് പോലും അദ്ദേഹത്തിന്റെ അഭാവം ജനങ്ങൾക്ക് പോലും ഉൾക്കൊള്ളാൻ വയ്യാതായിട്ടും കുടുംബത്തിനും അതിന്റെ യാതൊരു പരിഗണനയും കിട്ടിയിട്ടില്ല എന്നുള്ളത് ഞെട്ടലുണ്ടാക്കാറുണ്ട്.